റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് ക്ലാസിക് സീരീസ്. 350 സിസിയിലും 500 സിസിയിലും ക്ലാസിക് അവൈലബിൾ ആണ്. എന്നാൽ ഇപ്പോൾ ക്ലാസിക് 350യുടെ ഏറ്റവും പുതിയ ജനറേഷൻ മോഡലിനെയാണ് സെപ്റ്റംബറിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. പുതിയ ക്ലാസിക് 350 ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവ്യൂ കാണുന്നതിനായി മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ക്ലാസിക് 350യുടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ്. പഴയ മോഡലിലും കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒരുപാട് റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ക്ലാസിക് 350യുടെ ഒപ്പം ഡെവലപ്പ് ചെയ്ത ആക്സസറീസ് ആണ് പുതിയ മോഡലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് വാഹനം വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ റോയൽ എൻഫീൽഡ് നൽകുന്നുണ്ട്. ഇതിനായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എന്തൊക്കെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് റോയൽ എൻഫീൽഡ് ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. royalenfield.com എന്നാണ് അതിൻ്റെ പേര്. അതിനുശേഷം നമ്മൾ മോട്ടോർ സൈക്കിൾസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ക്ലാസിക് 350 സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നാണ് റോയൽ എൻഫീൽഡ് ഇതിന് വിളിക്കുന്നത്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കോൺഫിഗർ ആവുന്ന ഒരു കോൺഫിഗറേഷൻ ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മൾ ക്ലാസിക് 350 വീണ്ടും സെലക്ട് ചെയ്യണം. അതിനുശേഷം കോൺഫിഗർ ആവുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇതിലാണ് നമുക്ക് ഏതൊക്കെ ആക്സസറീസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ആക്സസറിൻ്റെ വിലയും അതുപോലെ അത് ആഡ് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ എക്സ്ഷോറും പ്രൈസും ഇതിൽ കാണിക്കുന്നതാണ്. സോ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് സെലക്ട് ചെയ്യേണ്ട കളർ ഓപ്ഷൻസ് ആണ്. ഒരുപാട് കളർ ഓപ്ഷൻസ് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്ന ക്രോം റെഡ് എന്നൊരു ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒട്ടനവധി ഓപ്ഷൻസ് ആണ് റോയൽ എൻഫീൽഡ് ഓഫർ ചെയ്യുന്നത്. ഹെഡ്ലൈറ്റിൽ നമ്മൾ ഒരു എയറോ സിൽവർ പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു ആസ്തറ്റിക്സ് ലുക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇത് പക്ഷേ എത്രമാത്രം ഉപകാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടാതെ ഫസ്റ്റ് ടൈം നമുക്കിപ്പോൾ വീൽസും ഉണ്ട്, നമുക്ക് അലോയ് വീൽസും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമൈസ്ഡ് ഓപ്ഷൻ. ഇതിനകത്ത് നമ്മൾ സിൽവർ എയർഫൈ എന്ന എഞ്ചിൻ ഗാർഡ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കുറച്ചൊരു മസ്കുലർ ലുക്കാണ് നമ്മുടെ ക്ലാസിക് 350 നൽകുന്നത്. ശരിക്കും ആ വണ്ടിയോട് നല്ലോണം യോജിച്ച് പോകുന്നൊരു ഡിസൈനാണിത്. ഇനി അടുത്തായിട്ടുള്ള നമുക്ക് സബ് ഗാർഡാണ്. അതായത് നമ്മുടെ എഞ്ചിൻ്റെ അടിയിലായിട്ട് വന്നൊരു ഗാർഡാണ്. കാരണം നമ്മൾ ഓഫ് റോഡോ അല്ലെങ്കിൽ കുറച്ച് മോശമായിട്ടുള്ള റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കിത് ഒരുപാട് ഉപകാരപ്രദമാണ്. കാരണം എഞ്ചിന് കുറച്ചുകൂടി പ്രൊട്ടക്ഷനാണ് ഈ ഒരു സിസ്റ്റം നൽകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആക്സസറി നൽകുന്നത്. അടുത്ത നമുക്ക് കംഫർട്ടാണ്. സീറ്റാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. കാരണം ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സീറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൂറിംഗ് സീറ്റാണ്. ഇത് വളരെയധികം കംഫർട്ടാണ്. നമുക്ക് ലോങ് ജേർണീസും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഓൾറെഡി പുതിയ ക്ലാസിക് 350 സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ ഒരു സീറ്റ് കുറച്ചുകൂടിയും കംഫർട്ടാണ് വരുന്നത്. ഇതിൽ നമ്മൾ മറ്റൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് കാരണം സീറ്റിൻ്റെ കംഫർട്ട് കൂട്ടുന്നതായിട്ട് റൈറ്റ് സീറ്റ് സ്പ്രിംഗ് സീറ്റ് എന്നൊരു സാധനം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി ഒരു കംഫർട്ട് ഓറിയൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന വിൻഷീൽഡാണ്. കുറച്ചുകൂടിയും ഒരു വിൻ ബ്ലാസ്റ്റ്, കാരണം ഇതൊരു നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിൻ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒരു വൈസർ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വൈസർ അല്ല റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നത്. അതൊരു ചെറിയ ഒരു പോരായ്മ പോലെ തോന്നി. കാരണം കുറച്ചുകൂടി ടോളർ റൈഡേഴ്സിന് അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ ബാക്ക് റെസ്റ്റ് ആണുള്ളത്. ബാക്ക് റെസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കാരണം പില്ലിന് കുറച്ചുകൂടി കംഫർട്ടും കാര്യങ്ങളെല്ലാം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് ഫുഡ് പാക്സിലും നമ്മൾ വേറൊരു ഫുഡ് പാക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത്. കാരണം കുറച്ചുകൂടി ഒരു എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി കാണുമ്പോൾ ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പിന്നെ അതുപോലെ കാല് കുറച്ചുകൂടി നീട്ടി വെക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നമ്മുടെ ക്ലാസിക് 350 നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. ഈ ഓപ്ഷൻസ് എല്ലാം നൽകുമ്പോൾ തന്നെ ബൈക്കിൻ്റെ ലുക്കേ കംപ്ലീറ്റ് മാറും. കാരണം വേറെ ഏതോ ഒരു എന്താ പറയുക കുറച്ചുകൂടി മാറ്റം വന്നിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. കാരണം എസ്പെഷ്യലി നമുക്ക് ആ വൈസർ വന്നപ്പോഴാണ് ആ ശരിക്കുള്ള മാറ്റം നമുക്ക് എടുത്തു കാണുന്നത്. പക്ഷേ എന്നാൽ കുറച്ചുകൂടി ഒരു ടോളർ വൈസർ കൊടുത്തിരുന്നെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഹിമാലയനിൽ അപ്ഡേറ്റ് ചെയ്തുന്ന വൈസർ പോലെ കുറച്ച് ടിൻറ്റഡ് വൈസർ ആയിരുന്നെങ്കിൽ റിഫ്ലക്ഷൻ ഒരുപാട് നൈറ്റിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് തട്ടി നമുക്കൊരു ഡിസ്ട്രാക്ഷൻ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടിൻറ്റഡ് വൈസർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ എന്ന് തോന്നി. സോ ഇതൊക്കെയാണ് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 വരുന്ന കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്.